ഹലോ, എന്താന്ന്? പിന്നെ ഒരു മൗലവി പറഞ്ഞ ഒരാൾ വരും. ഏ മാവേലിയോ? ഹലോ ഹലോ. സുബിയെ, അച്ഛനാ വിളിച്ചത്. നമ്മുടെ വീട്ടിലേക്ക് മാവേലി വരുന്നത്രേ. മാവേലിയോ? അതൊക്കെ ശരിക്കുള്ളതാണോ? പിന്നെ അതൊക്കെ ശരിക്കുള്ളതാണ്. മാവേലി വരുമ്പോഴേ പാവപ്പെട്ടവർക്ക് കൊറേ സ്വർണവും പൈസയും ഒക്കെ കൊടുക്കും. അതിനിപ്പോ നമ്മള് പാവപ്പെട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. അതിനൊക്കെ ഒരു വഴിയുണ്ട്, ഈ വായോ. ഇതല്ലേ സുകുമാരന്റെ വീട്? ആ, അമ്മ, ഇയാളെ കണ്ടിട്ട് മാവേലിയുടെ ലുക്കൊന്നും ഇല്ലല്ലോ. മാവേലി പല വേഷത്തിലും വരും. ആ, വരൂ, അകത്തേക്ക് ഇരിക്കാം. സുഖേട്ടൻ പറഞ്ഞപ്പോ ഞാൻ അത്രയും വിചാരിച്ചില്ല. നല്ല വലിയ വീടൊക്കെയാണല്ലോ. അയ്യോ, ഇത് ഞങ്ങളുടെ നല്ല അങ്ങുന്നേ. അങ്ങനെയെന്നാ? ഞങ്ങളിവിടെ വാടകയ്ക്കാ. വാടകയ്ക്കാന്നൊക്കെ പറയുമ്പോ അപ്പൊ നിങ്ങക്ക് വേറെ സ്വത്തുക്കളും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും പുറത്തുണ്ടോ? അയ്യോ, അങ്ങനെ സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ പട്ടിണിയും പരിവട്ടമൊക്കെയാണ്. ഇവനാണെങ്കിൽ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ല. ഓണായിട്ട് ഒരു മുണ്ട് ഷർട്ട് എടുക്കാനുള്ള പൈസയും കൂടി ഇന്ത്യയിൽ ഇല്ല. ആകെ ഇടങ്ങേറല്ല പടച്ചോനെ. ചുറ്റട്ടത്തുള്ളവരോടൊക്കെ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാവേലി വേണം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാന്. എന്റെ മാവേലി ഒരു ഐഫോണും. ഇടങ്ങേറാക്കാണ്ട് എനിക്ക് എന്താ കാണിക്കുന്ന മാവേലിയാ. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ രണ്ടാമത്തെ മോനില്ലേ ഗൾഫിലുള്ളവൻ, ഓന് വേണ്ടിട്ട് ഒരു പെണ്ണ് അന്വേഷിച്ച് വന്നാണ് നമ്മള്. സുഖേട്ട എങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് മാത്രം വന്നാണ്. ഇതിപ്പോ ഇത്രയും ദാരിദ്ര്യം പിടിച്ച സ്ഥലമാണ് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, നമ്മള് പോവാണ്. ആ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നമ്മള് മാവേലി അല്ല, എന്റെ പേര് മൗലവി, ബ്രോക്കർ മൗലവി. അയ്യോ,